മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസ് കോൺസ്റ്റബിൾ വിനോദ് മരിച്ച കേസിൽ പ്രതികളെ വെറുതെ വിട്ടു കോടതി. കൊലപാതകം നടത്തിയത് രണ്ടാം പ്രതി അശോകനാണെന്നും അശോകൻ മരിച്ചതിനാൽ ശിക്ഷ വിധിക്കുന്നില്ലെന്നും കോടതി. അതേസമയം മറ്റ് 2 കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർക്ക് കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതി 5 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസും സമരക്കാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട കേസിലാണ് ഒന്നാം പ്രതി ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടത്. കൃത്യം നടത്തിയത് രണ്ടാം പ്രതി അശോകനാണ്. അശോകൻ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ ശിക്ഷ വിധിക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൽ സലാം, വനവകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന ശശിധരൻ എന്നിവരെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഗീതാനന്ദൻ, രമേശ്, ബിനു, സുന്ദരൻ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. 16 കുറ്റങ്ങളിലായി 19 വർഷം കഠിന തടവും 7 മാസം തടവും പിഴയും വിധിച്ചു. ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്നതിനാൽ 5 വർഷത്തെ ശിക്ഷ മാത്രം പ്രതികൾ അനുഭവിച്ചാൽ മതി. മരിച്ച വിനോദിന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപയും പരിക്കേറ്റ അബ്ദുൽ സലാമിന് 3 ലക്ഷവും ശശിധരന് 2 ലക്ഷം രൂപ വീതവും നൽകുവാനും കോടതി ഉത്തരവിട്ടു. ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി അയൂബ് ഖാൻ പത്തനാപുരമാണ് വിധി പ്രസ്താവിച്ചത്. 57 പേരാണ് കേസിൽ പ്രതികളായിരുന്നത്. 15 പേർ വിചാരണ കാലയളവിനിടെ മരിച്ചിരുന്നു. ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ട് 2001 സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ആരംഭിക്കുകയായിരുന്നു. സർക്കാരുമായി നടത്തിയ ചർച്ചകളിൽ ലഭിച്ച ഉറപ്പുപ്രകാരം ലഭിക്കേണ്ട ഭൂമി ലഭ്യമാവാതിരുന്നതോടെയാണ് 2003 ജനുവരി 5 മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ കുടിൽകെട്ടി സമരം ആരംഭിച്ചത്. ഫെബ്രുവരി 19 പോലീസ് നടപടിക്കിടയിലാണ് കോൺസ്റ്റബിൾ വിനോദും ആദിവാസി യുവാവ് ജോഗിയും കൊല്ലപ്പെട്ടത്. കേസിലെ ഒന്നാം പ്രതിയായിരുന്നു എം ഗീതാനന്ദൻ. ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിനും പിന്നീട് CBIക്കും വിടുകയായിരുന്നു. എറണാകുളത്തായിരുന്ന വിചാരണ ഹൈക്കോടതി ഉത്തരവിട്ട് കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. CBIക്ക് വേണ്ടി പ്രോസിക്യൂട്ടർ ബോബി ജോസഫ്, പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകരായ TM റഷീദ്, VG ലൈജു എന്നിവരാണ് ഹാജരായത്. അമൃത ന്യൂസ്, വയനാട്.